ഹേ ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു നല്ലൊരു ബർഗറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഈസി ആയിട്ടുള്ള സിംഗർ ബർഗറാണ്. അപ്പോൾ സാധാരണ ബർഗർ പോലെയല്ല, കുറച്ചുകൂടെ ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ബർഗറാണ് ഈ സിംഗർ ബർഗർ. നമ്മൾ ബ്രോസ്റ്റഡ് ഉണ്ടാക്കില്ല, അപ്പോൾ അതുപോലെ തന്നെയാണ് ഏകദേശം. ഇപ്പോൾ ഞാൻ ഈ ഒരു ബർഗറിലേക്ക് വേണ്ടിയിട്ട് ഒരു 3 പീസ് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ചിക്കൻ എടുത്തിട്ടുള്ള ബ്രസ്റ്റ് പീസാണ്. ഇതല്ലാതെ നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ ബ്രസ്റ്റ് പീസായിട്ട് തന്നെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ ഒന്ന് ഫ്ലാറ്റൻ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ക്ലീൻ പേപ്പറിൻ്റെ മേലെ നമ്മുടെ ചിക്കൻ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ ചപ്പാത്തി പരത്തുന്ന റോളർ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നല്ലോണം ഫ്ലാറ്റായി കിട്ടിക്കോളും. ക്ലീൻ പേപ്പർ വെച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. ചിക്കൻ്റെ പീസ് ഇങ്ങനെ തെറിച്ച് പോകുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പോൾ നല്ലോണം ഫ്ലാറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ്. ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് ഈ സിംഗർ ബർഗറിലേക്ക്. അപ്പോൾ ഞാൻ ഇതിലേക്കുള്ള ഒരു മസാല റെഡിയാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലിയാണ് 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ സോയ സോസും. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള സോയ സോസ് നല്ല കട്ടിയുള്ള സോയ സോസാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ മസാലയിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. അതിന് പകരമായിട്ട് വിനെഗറാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ അളവിൽ വിനെഗറും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ചിക്കനിൽ തന്നെ ഓൾറെഡി കുറച്ച് വെള്ളം ഉണ്ടാവും, അപ്പോൾ അത് മതിയാവും. നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതിലേക്കുള്ള മസാല റെഡിയാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് ഈ മസാല കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിത് ഒരു അരമണിക്കൂർ വെക്കണം. അരമണിക്കൂർ വെക്കാൻ ടൈമില്ല എന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും ഇത് വെക്കണം. എന്നാലേ ഈ മസാല ഇതിൽ നല്ലോണം പിടിക്കുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അരമണിക്കൂർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മളിത് ബ്രോസ്റ്റഡ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഏകദേശം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കോൺഫ്ലവർ വേണം. കുറച്ച് കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് അളവിൽ ഇതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. ഏകദേശം നമ്മൾ ബ്രോസ്റ്റഡ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഒരു 1/2 ടീസ്പൂൺ സോയ സോസും ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ഇതിലും വെള്ളമൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർക്കുന്നുണ്ട്. ഗാർലിക് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 4 അല്ലി വെളുത്തുള്ളി നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് അത് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഈ മൈദ മിക്സിലേക്ക് ഈ ചിക്കൻ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മൈദ എല്ലായിടത്തും ആകുന്ന വിധത്തിൽ നല്ലോണം കോട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചിക്കനും ചെയ്തെടുക്കാം.
ഇനി ഒരു ബൗളിലേക്ക് ഒരു എഗ്ഗ് ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ ചിക്കൻ ഒന്ന് ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും മൈദ മിക്സിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഫ്രൈ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എഗ്ഗ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് പാൽ ചേർത്ത് കൊടുക്കുക. ഒരു 2 ടീസ്പൂണോളം പാൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി സ്പൂൺ വെച്ചിട്ട്. പിന്നെ ചിക്കൻ ഒന്ന് എഗ്ഗിൽ ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് മൈദൻ്റെ മിക്സിലൂടെ ഒന്ന് നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചിക്കൻ്റെ എല്ലാ സൈഡിലും ഈ മൈദൻ്റെ മിക്സ് ആവണം. അപ്പോൾ നല്ലോണം കോട്ട് ചെയ്തെടുക്കുക, എന്നാലേ നല്ല ക്രിസ്പി ആവുള്ളൂ നമ്മുടെ ചിക്കൻ. സിംഗർ ബർഗറിൻ്റെ ചിക്കൻ നല്ലോണം ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് എല്ലാ സൈഡിലും നല്ലോണം കോട്ട് ചെയ്ത്. പിന്നെ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കൻ അത്യാവശ്യം മുങ്ങുന്ന വിധത്തിൽ നമ്മൾ ഓയിൽ ഒഴിച്ചെടുക്കുക. അപ്പോൾ ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്യുമ്പം ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ഈ ഫ്ലോർ അങ്ങ് അപ്പോൾ പെട്ടെന്ന് ഈ ഫ്ലോർ അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ഒരു സൈഡ് കുക്കായി കഴിയുമ്പോൾ തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡോട് കുക്ക് ചെയ്തെടുക്കാം. കുക്കായിട്ടുണ്ട്, 2 സൈഡും നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം. ഈ ബർഗറിലേക്ക് നമ്മളൊരു സ്പെഷ്യൽ സോസ് ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ മയണൈസ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കെച്ചപ്പും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു സോസ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. കെച്ചപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് യൂസ് ചെയ്താലും മതിയാവും. എന്നിട്ട് നല്ലപോലെ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിൽ രണ്ടിലും ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഇതിലേക്ക് കുറച്ച് ബർഗർ ബണ്ണ് വേണം. അപ്പോൾ ഞാനൊരു 3 ബർഗറിൻ്റെ അളവാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു 3 ബർഗർ ബണ്ണ് എടുക്കുക. അപ്പോൾ ഞാനിത് മേലെ സെസമി സീഡുള്ള കട്ട് ചെയ്തിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ബർഗർ ബണ്ണാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതെല്ലാന്നുണ്ടെങ്കിൽ പ്ലെയിനായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നത് യൂസ് ചെയ്യാം. പിന്നെ ഇതുപോലെ തന്നെ സെസമി സീഡ് ഉള്ളത് കട്ട് ചെയ്യാത്തതും വരുന്നുണ്ട്, പിന്നെ സെസമി സീഡ് ഇല്ലാത്തതും വരുന്നുണ്ട്. ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് വാങ്ങിച്ചുകൊണ്ട് പെട്ടെന്ന് ഈസിയാണ്, അധികം കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ഇത് അസംബിൾ ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സോസ് ഉണ്ടല്ലോ, ടൊമാറ്റോ കെച്ചപ്പും മയണൈസും ചേർത്തിട്ടുള്ള സോസ് ആദ്യം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ലെറ്റ്യൂസിൻ്റെ ലീഫ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബർഗറിൻ്റെ സൈസിനനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചെടുത്താൽ മതി. ഇനി നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള സിംഗർ ചിക്കൻ വെച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മേലേക്ക് ഒരു ടൊമാറ്റോൻ്റെ പീസ് വെച്ച് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ മേലേക്ക് ഇനി നമ്മൾ ചീസ് സ്ലൈസാണ് വെക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ സ്ലൈസായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന ചീസ് വെച്ച് കൊടുക്കുക.
ശരിക്കും ഈ ഒരു ബർഗർ നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സാധാരണ ബർഗർ റെസിപ്പീനേക്കാളും കുറച്ചുകൂടി ഈസിയാണ് ഈ ഒരു സിംഗർ ബർഗർ. നമ്മൾ ബ്രോസ്റ്റഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഏകദേശം ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായിട്ട് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. പിന്നെ ഒരുപാട് നല്ല നല്ല റെസിപ്പീസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് റെസിപ്പിയുമായിട്ട് വരുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.